നമസ്കാരം. ചാരപ്പണി നടത്തിയ ചൈനീസ് ചാരന്മാർ പിടിയിലായിട്ടും നടപടിയെടുക്കാതെ ബ്രിട്ടൻ. അതേസമയം ചൈനയുടെ എംബസിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് സർക്കാർ അനുമതിയും തടഞ്ഞു. ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം ചാരപ്പണി നടത്തിയ ചൈനീസ് ചാരന്മാർ പിടിയിലായിട്ടും നടപടിക്ക് മുതിരാൻ ബ്രിട്ടൻ ഭയക്കുന്നുണ്ട്. ഭൗമരാഷ്ട്രീയത്തിലെ പുതിയ പ്രവണതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മാത്രമല്ല, ലണ്ടനിൽ പണിയുന്ന തങ്ങളുടെ സൂപ്പർ എംബസിക്ക് അനുമതി നൽകാൻ വൈകിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന ഭീഷണിയും ഇപ്പോൾ ചൈന മുഴക്കിയിട്ടുണ്ട്. ലണ്ടൻ നഗരത്തിന് സമീപത്തുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരിടത്താണ് ചൈന പുതിയ എംബസി പണിയുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരിസരവാസികളിൽ നിന്നും ഈ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുണ്ട്. ഈ പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകണമോ എന്ന കാര്യം അടുത്തയാഴ്ച തീരുമാനിക്കുമെന്നായിരുന്നു ആദ്യ സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഡിസംബർ 10 വരെ സമയം നീട്ടിയിരിക്കുകയാണ്. ഹൗസിംഗ് കമ്മ്യൂണിറ്റീസ് ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് റീഡ് പറഞ്ഞു. ഇതിൽ ആശങ്കയും കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ്. എംബസിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചൈന പരമാവധി ആത്മാർത്ഥതയും ക്ഷമയും കാണിച്ചിട്ടുണ്ടെന്നും വക്താവ് പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്രിട്ടൻ തീരെ സത്യസന്ധമല്ലാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ ഉദാസീന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നതെന്നും ചൈനീസ് വക്താവ് കുറ്റപ്പെടുത്തി. ബ്രിട്ടൻ ഉടനടി തന്നെ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും ചൈനയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും വക്താവ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ബ്രിട്ടൻ അനുഭവിക്കേണ്ടി വരുമെന്നും വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ എംബസി ചാരവൃത്തിക്കുള്ള കേന്ദ്രമായി ചൈന ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി കാര്യാലയത്തിൽ നേരത്തെ മുഖ്യ ചുമതലകൾ വഹിച്ചിരുന്ന ഡൊമിനിക് കമ്മിങ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം പുതിയ എംബസി സംബന്ധിച്ച ബ്രിട്ടൻ ഉറപ്പ് നൽകിയെന്ന ചൈനീസ് വാദത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു. പ്ലാനിംഗ് അനുമതി ലഭിക്കുക എന്നത് തികച്ചും സ്വതന്ത്രമായൊരു പ്രക്രിയയാണെന്നും അതിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവ് അറിയിച്ചു. അതൊരു ക്വാസി ജുഡീഷ്യൽ സമ്പ്രദായമാണെന്നും നിലവിൽ ഹൗസിംഗ് മന്ത്രാലയത്തിന് മുൻപിലുള്ള കേസുകളെക്കുറിച്ച് കൂടുതൽ പറയാനില്ല എന്നും വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം പ്രത്യാഘാതം അനുഭവിക്കേണ്ടതായി വരുമെന്ന ചൈനയുടെ മുന്നറിയിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനും വിസമ്മതിച്ചിട്ടുണ്ട് വക്താവ്. ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടെന്ന് മാത്രമായിരുന്നു ചോദ്യത്തിനോടുള്ള വക്താവിന്റെ പ്രതികരണം. 2019 2020 ഇടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് UK സുരക്ഷാ സർവീസുകൾ ചൈനയുടെ നിർദ്ദിഷ്ട എംബസിയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാണ് കമ്മിങ്സ് പറയുന്നത്. ലണ്ടൻ നഗരത്തിലെ പ്രധാന സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിനിമയം ചെയ്യുന്ന ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്ക് വളരെ അടുത്തായിട്ടാണ് ചൈനയുടെ നിർദ്ദിഷ്ട എംബസിക്കായി കണ്ടെത്തിയ സ്ഥലം. ഈ കേബിളുകൾ ടാപ്പ് ചെയ്ത് ചൈന സുപ്രധാനമായ പല വിവരങ്ങളും ചോർത്തിയേക്കാമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംബസി പണിയുന്നതിനുള്ള അനുമതി നൽകരുത് എന്ന വാദം ശക്തമായി ഉയരുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തിയതിന് പിടിയിലായ പാർലമെന്ററി റിസർച്ചർ ക്രിസ്റ്റഫർ കാഷിനും അധ്യാപകനായ ക്രിസ്റ്റഫർ ബെറിക്കുമെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തതിന് പ്രധാനമന്ത്രി കീർ സ്റ്റാമർക്കെതിരെ വിമർശനം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്.